Hi everyone, welcome back to Xylem Banking. Xylem Banking YouTube സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് പ്രീവിയസ്ലി ചോദിച്ച IBPSന്റെയും SBIന്റെയും എക്സാംസിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു മോഡറേറ്റ് ടു അഡ്വാൻസ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫ്രീ കൺസെപ്റ്റ് വരും, ഫ്രീ സെല്ലിംഗ് പ്രൈസിന്റെയും SBIയും CPO എല്ലാം വരുന്ന ക്വസ്റ്റ്യൻസും കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ബേസുമായ ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ പറയാണ്, വെൽക്കം ബാക്ക് ടു Xylem Banking. നമുക്ക് നോക്കിയാലോ ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോകാം. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് എല്ലാം ഉഷാറായി പോകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ A mark up the price of sweet by 60% and he sold only 30% of those at this price. അപ്പോൾ അതിൽ തന്നെ 30% of those items ആണ് at that price. He sells half of the rest. അപ്പോൾ ബാക്കിയുള്ളതിന്റെ ഹാഫ് ആണ് he sells. ആ ക്വസ്റ്റ്യനിലെ ലാംഗ്വേജ് എപ്പോഴും കറക്റ്റായി ഡീകോഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ മിസ്കൺസെപ്റ്റ് കയറി വരും, ആൻസർ സിമ്പിൾ ആയിട്ട് എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വരും, ഒരുപാട് കണക്ഷൻസ് മിസ്സായി പോകും. ഓക്കെ, he sells half of the rest. ബാക്കിയുള്ളതിന്റെ പകുതിയാണ് 12.5%. 12.5 1/8 നമുക്കറിയാം. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിന്റെ കറക്റ്റ് ഫ്രാക്ഷൻ പെർസെൻറ്റേജ് മൈൻഡിൽ രജിസ്റ്റർ ആക്കുക. ആൻഡ് ദ റെസ്റ്റ് അറ്റ് 37. അപ്പോൾ ബാക്കിയുള്ളതിന്റെ റെസ്റ്റ് 37.5% ആണ്. 37.5 എന്ന് പറഞ്ഞാൽ 38 ആണ്. വാട്ട് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ? അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ ആണ് കണ്ടെത്തേണ്ടത്. നോക്കിയാലോ നമുക്ക് ഡയറക്ട്ലി. നമുക്ക് എല്ലാവർക്കും അറിയാം CP/SPI കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡയറക്ട്ലി ആൻസറിലേക്ക് പോവാം. എ മാർക്ക് അപ്പ് ദ പ്രൈസ് ഓഫ് സ്വീറ്റ് ബൈ 60%. 60% പറഞ്ഞാൽ 3/5 ആണ് അല്ലെ. 60% 3/5 ആണ്. 3/5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3/5 ആണ്. 3/5 ആണ്. 3/5 കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഇപ്പോൾ CP എന്ന് പറയുന്നത് മാർക്കപ്പ് ചെയ്യല്ലേ. അപ്പോൾ CPയും SPയും തമ്മിലുള്ള കൺസെപ്റ്റ് എത്ര വരിക? 3/5 ആണെങ്കിൽ 5ൽ നിന്ന് 3 കൂടി 8 പാർട്ടാവും അല്ലേ. അപ്പോൾ ഇത് 5 പാർട്ടാണ്, ഇവിടെ 8 പാർട്ടാണ് അല്ലെ. അതല്ലേ 60% എന്ന് പറയുന്നത്? 60% ആണ്. ആൻഡ് സോൾഡ് ഓൺലി 30% ഓഫ് ദോസ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ദോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സീറ്റ്സ് ആണ്. എത്ര സീറ്റ്സ് ആണ് ഉള്ളത്? ഉദാഹരണം 100 ആണെങ്കിൽ അതിൽ 30%, 30 എണ്ണം. 10 ആണെങ്കിൽ 30, എത്ര ആയിക്കോട്ടെ. ആൻഡ് ദോസ് അറ്റ് പ്രൈസ് ഓഫ് 30% ഓഫ് ദോസ് അറ്റ് ദാറ്റ് പ്രൈസ്. അപ്പോൾ 30% ആണ് ആ സെല്ലിംഗ് പ്രൈസ്. ആ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 8 പാർട്ടാണ്. ഹി സെൽസ് ഹാഫ് ഓഫ് ദ റെസ്റ്റ് അറ്റ് 12.5% ആൻഡ് റെസ്റ്റ് അറ്റ് 37.5% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ എന്താണ്? 1/8ഉം 3/8ഉം ബാക്കിയുള്ളത്. അപ്പോൾ എന്താ? 8 പാർട്ട് 1 കുറഞ്ഞ് 1 ആവും, 8 3 കുറഞ്ഞ് 5 ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ എടുത്ത് നോക്കാം. നമ്പർ എടുക്കണം. എനിക്ക് നമ്പർ അറിയാൻ പാടില്ല. നമ്പർ ഇപ്പോൾ 10 എടുക്കാന്ന് വിചാരിച്ചോ. നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ സ്വീറ്റ്സ് 10 ആണെങ്കിൽ 10ന്റെ 30% എത്രയാ? 10ന്റെ 30% 3 ആണ്. അപ്പോൾ 3 ഈ ക്വസ്റ്റ്യൻ നോക്കണേ. സോൾഡ് ഓൺലി 30%. 10 ആണ് പ്രൊഡക്റ്റ്. നമ്പർ ഓഫ് സ്വീറ്റ്സ് 10 ആണെങ്കിൽ അതിൽ 30%, 3 എണ്ണം സെൽ ചെയ്തേക്കുന്നത് എന്താണ്? ആ 8%. അതായത് സെൽ ചെയ്തേക്കുന്നത് ഈ 8 ആണ്. അപ്പോൾ 3 × 8 വരും. 3 × 8. ബാക്കി എത്രയാ? മൊത്തം എത്രയുള്ളത്? മൊത്തം 10 ആണ്. അതിൽ 3 നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കി 7 ഉണ്ട്. 7ലെ ബാക്കി എത്രയുള്ളത്? 7ന്റെ നോക്കിക്കേ. ഹി സെൽസ് ഹാഫ് ഓഫ് ദ റെസ്റ്റ് അല്ലേ. ശ്രദ്ധിക്കണേ. അപ്പോൾ 10 എണ്ണത്തിലെ 10 എണ്ണമാണെങ്കിൽ 10 നമ്പേഴ്സിൽ 3 സ്വീറ്റ്സ് എടുത്തു കഴിഞ്ഞു. റിമൈനിങ് 7 ഉണ്ട്. 7 നോക്കിക്കേ. ഹി സെൽ ഹാഫ് ഓഫ് ദ റെസ്റ്റ്. ബാക്കിയുള്ള 7 ആണ്. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ആയില്ലേ. ഇപ്പം നമ്പർ ഡെസിമലിലോ ഫ്രാക്ഷനിലോ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്പർ എടുത്തേക്കുന്ന അസ്യൂം ചെയ്യുന്ന n = 10 പോസിബിൾ അല്ല. അപ്പോൾ ഒന്നീ റൗണ്ട് ആക്കാൻ വേണ്ടി ഞാൻ × 2 ചെയ്തു. n ഞാൻ എന്താക്കി? ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. n = 10 പകരം n = എടുത്തു 20 എടുത്തു. 20 എടുത്ത് നോക്കാം. 20 എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹി സോൾഡ് ഓൺലി 30% ഓഫ് ദോസ്. ഈ 20യുടെ 30% എത്രയാടാ? 20യുടെ 30% എത്രയാ? 20യുടെ 30% ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 30%. 10ന്റെ 30% 3 ആണെങ്കിൽ 20യുടെ 6 ആണ്. അപ്പോൾ 6 പ്രൊഡക്റ്റും വിൽറ്റേക്കുന്നത് എന്ത് സെല്ലിംഗ് പ്രൈസിലാണ്? 8 ആണ്. 6 8s are 48. അപ്പോൾ 20ലെ 6 പോയാൽ ബാക്കി റിമൈനിങ് എത്രയാ? 14 ഉണ്ട്. റിമൈനിങ്ങിന്റെ 14ലെ ഹാഫ്, 14ന്റെ പോലെ എത്രയാ? 7 ആണ്. 7 എത്രയാണ് സെല് ചെയ്യുന്നത്? 12.5% ഡിസ്കൗണ്ട്. 12.5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1/8 ആണ്. അതായത് 8 പാർട്ടിന് വാങ്ങിയ 8 പാർട്ടിന്റെ വസ്തു 7ന് വിൽക്കുന്നു. ഇതേപോലെ തന്നെ 37.5 അല്ലേ. 37.5% എന്ന് പറയുമ്പോൾ 3/8 ആണ്. സോ 8 പാർട്ടിൻ്റെത് കൊടുക്കുന്നത് 3 കുറച്ച് 5നായിരിക്കും. ഈ ലോജിക്ക് എല്ലാവർക്കും അറിയാലോ ബേസിക്കലി. അവിടെ കാണുന്നില്ലല്ലേ. ഇങ്ങോട്ട് മാറ്റി എഴുതാവേ.
12% ആണ്. 12% 1/8 ആണ്. ഓക്കെ, 12.5% ഡിസ്കൗണ്ട് മീൻസ് 1/8 കുറവാണ്. സോ സെല്ലിംഗ് അറ്റ് 8 പാർട്ടിൻ്റെ മാർക്ക് പ്രൈസ് 1 കുറച്ച് 7 പാർട്ടിനാണ്. ഇതേപോലെ 37.5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 3/8 കുറയുന്നത്. അപ്പോൾ 8 പാർട്ട് 3 കുറഞ്ഞ് 5 പാർട്ടാവും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. 5 ആണെന്ന് വിചാരിക്കുന്നു. 5 ആണെന്ന് എഴുതുക. അപ്പോൾ ബാക്കിയുള്ള 7 വിൽക്കുന്നത് എത്രയാണ്? ബാക്കിയുള്ള 7 വിൽക്കുന്നത് 12.5% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ നോക്കിക്കേ, 8 പാർട്ട് 7 പാർട്ടിൽ വിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് 7 വിൽക്കുന്നത് 7 പാർട്ടാണ്. 7 ആർട്ടിക്കിൾസ് 7 പാർട്ടിന് വിൽക്കുന്നു 49. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് റബ്ബ് ചെയ്യട്ടെ. 49. നോക്കിക്കേ, മൊത്തം 20 ആണ് മൊത്തം നമ്പർ. അതിൽ 6ഉം 7ഉം 13 സെയിലായി. വീണ്ടും റിമൈനിങ് നോക്കിക്കേ, ആൻഡ് റെസ്റ്റ് അറ്റ് 12% ഡിസ്കൗണ്ട് ആൻഡ് റെസ്റ്റ് ബാക്കിയുള്ള എത്രയാ? 37.5 ആണ്. അപ്പോൾ റിമൈനിങ് ഉള്ള 7 ഇൻറ്റു 37.5 നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. 8 പാർട്ടുള്ളത് 5 പാർട്ടിന് വിൽക്കുന്നു. മാർക്ക് പ്രൈസ് ആണ് 8 കേട്ടോ, മാറിപ്പോലെ. ഇത് MP ആണ്, ഇത് SP ആണ്. MP 8 ആയിരുന്നു, 3 കുറഞ്ഞ് 5 ആയി മാറി. ഇത് മാറിപ്പോകരുതേ. ഓക്കെ, അപ്പോൾ 7 into 5 35 ആണ്. ഓക്കെ, 7 5s are 35 ആണ്. അപ്പോൾ നോക്കിക്കേ, എല്ലാ ആർട്ടിക്കിൾസും 20 ആർട്ടിക്കിൾസും സെയിലാക്കി. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 20 എടുത്തു. ആദ്യത്തെ 30% 6 നമ്പേഴ്സ് ആണ്. 8ന് സെയിൽ ചെയ്തു, 48 ആണ്. നെക്സ്റ്റ് റെസ്റ്റിന്റെ പകുതി, ബാക്കി 2 14 പകുതിയാക്കി. 7 പാർട്ടും 7 into 7, കാരണം എന്താണ്? 1/8 ആണ്. 8 പാർട്ട് 7 ആവുന്നു. 7 7s are 49 സെയിലാക്കി. നെക്സ്റ്റ് ബാക്കിയുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് 7 പാർട്ടാണ്. 3/8 ആണ്. 3/8 മീൻസ് 8 പാർട്ട് 5 പാർട്ടിന് വിൽക്കുന്നു. 7 5s are 35 ആണ്. ടോട്ടൽ സോൾഡ് ചെയ്തേക്കുന്നത് എത്ര രൂപയ്ക്ക്? അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നോക്കിക്കേ, 48, 49, 35 ആഡ് ചെയ്ത് നോക്കിക്കേ എത്ര കിട്ടും? പെട്ടെന്ന് പറഞ്ഞേ. 48, 49, 35 മൊത്തം ആഡ് ചെയ്യുമ്പോൾ 8 + 9 17 + 2 132. ഓൾമോസ്റ്റ് ടോട്ടൽ 132 കിട്ടി അല്ലേ? നോക്കിക്കേ, മൊത്തം എത്ര ആർട്ടിക്കിൾസാണ് സോൾഡ് ചെയ്യുന്നത്? മൊത്തം ആർട്ടിക്കിൾസ് എത്രയാണ്? 20 ആർട്ടിക്കിൾസ് ആണ്. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? 5 അല്ലേ? ശ്രദ്ധിക്കുക, മൊത്തം 20 ആർട്ടിക്കിൾസ് ആണ് സെയിലാക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 20 ആണ്. ഈ 20 എത്ര CP ക്കാണ് വിൽക്കുന്നത്? 5 ആണ്. അപ്പോൾ ടോട്ടൽ CP എന്ന് പറയുന്നത് 20 into 5 അല്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കേ, ടോട്ടൽ CP എന്ന് പറയുന്നത് 20 into 5 ആണ്. ടോട്ടൽ SP എനിക്ക് കിട്ടിയത് എത്രയാണ്? 132. അപ്പോൾ എനിക്കിതിനെ എന്ത് ചെയ്യാം? മാർജിൻ ചെയ്യാം. ടോട്ടൽ SP എന്ന് പറയുന്നത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 132 ആണ്. അപ്പോൾ 25s are 100 ആണ്. 100 വാങ്ങിയ വസ്തു 100ന് വാങ്ങിയ വസ്തു 132 സെൽ ചെയ്യുന്നു. therefore what is the net profit? നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടുക? നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു 100ന് വാങ്ങിയ വസ്തു 32 വിൽക്കുകയാണെങ്കിൽ 32% is my answer. ക്ലിയർ ആയോ? 32% ആണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ് എന്ന് പറയുന്നത് 20 ആണ്. ഒന്നുകൂടി ഞാൻ പറയാം, 20 ആയിരുന്നു. 25 rupeesന് വാങ്ങി. 25s are 100. 20 into 5 100 ആണ് ടോട്ടൽ CP. ഓരോന്നും വിൽക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡിസ്കൗണ്ടിലാണ്. ആദ്യം പറയുന്നത് 30% ഓഫ് ദോസ്, മൊത്തം വാങ്ങിയ നമ്പേഴ്സിൽ 30% മാത്രമാണ് ആ പ്രൈസിന് വിൽക്കുക. ആ പ്രൈസ് പറഞ്ഞാൽ എത്രയാ? 5ന് വാങ്ങി 8ന് വിൽക്കുന്നത്. അപ്പോൾ 6 + 6 into 8 48 rupeesന് വിൽക്കുന്നു. ബാക്കിയുള്ളതിൻ്റെ ഹാഫ് പ്രൈസ്, ബാക്കിയുള്ളത് 14 ഹാഫ് എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 പാർട്ടിന് വിൽക്കുന്നു. ബാക്കിയുള്ള 7 5 പാർട്ടിന് വിൽക്കുന്നു. 7 7s are 49, 7 5s are 35 ആഡ് ചെയ്യുമ്പോൾ 132 കിട്ടുന്നു. 100ന് വാങ്ങിയ വസ്തു 130ന് വിൽക്കുമ്പോൾ ആൻസർ 32% പ്രോഫിറ്റ്. പക്ഷേ ഓപ്ഷൻ നോക്കിക്കേ, 25 30 32 കാണുന്നില്ല. സോ മൈ ആൻസർ ഈസ് എന്താണ്? നൺ ഓഫ് ദീസ്. ശരിക്കും എന്താ വരേണ്ട ആൻസർ? 32%. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും കൂടി ഹാർഡായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ബേക്കറി പ്രിപ്പയർസ് കേക്ക് അക്സെപ്റ്റിംഗ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 53%. അപ്പോൾ ഓവറോൾ 53% അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ സെല്ലിംഗ് ഓൺ ദ
മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ എന്താണ്, എം പിയിലാണ് സെയിൽ ചെയ്യുന്നത്. ബട്ട് ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ 12% കേക്ക്സ് വെർ ഗോട്ട് സ്പോയിൽഡ്. നമ്മൾ ഈ കേക്കിന്റെ നമ്പർ എടുക്കുമ്പോൾ അത് ഡെസിമലോ ഫ്രാക്ഷനോ ആവായിരിക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ കൗണ്ട് ആക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓവറോൾ എന്ത് ചെയ്യും, അപ്രോക്സിമേറ്റ് ചെയ്യും. ഇപ്പോൾ 1:2 ആണ് റേഷ്യോ എങ്കിൽ എനിക്ക് വേണമെങ്കിൽ 10:20 എന്നാക്കാം നമ്പർ. കാരണം എന്താ, എനിക്ക് അവിടെ റൗണ്ട് ഓഫ് ഫിഗർ വരാൻ വേണ്ടി അത് നേരത്തെ അവിടെ ചെയ്ത് ഓർക്കുന്നുണ്ടോ, ഈ നമ്പർ ഞാൻ ആദ്യം 10 ആണ് എടുത്തിരുന്നത്. ഈ നമ്പർ ഞാൻ ആദ്യം 10 ആണ് എടുത്തിരുന്നത്, ഓർമ്മയുണ്ടോ? 10 ആയിരുന്നു. പിന്നീടാണത് 6ഉം 7ഉം ഇനാക്കാൻ പറ്റും. നേരത്തെ 10 എടുത്ത സമയത്ത് 3ഉം 3.5ഉം 3.5 ആയിരുന്നു. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ വളരെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഈ നമ്പർ എന്താക്കി മാറ്റിയത്, 20 ആക്കിയത്. 10ന് പകരം 20 ആക്കിയെടുത്തത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബേക്കറി പ്രിപ്പയേഴ്സ്, എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, എ ബേക്കറി പ്രിപ്പയേഴ്സ് total cakes expecting to earn a profit of 53% by selling on the marked price, but during transportation 12% cakes were got spoiled. അപ്പോൾ 12% കേക്ക്സ് അവിടെ നഷ്ടപ്പെട്ടു. ആൻഡ് 28% could be sold at 35% ലോസ്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ 28% 35% ലോസിലാണ് സെയിൽ ചെയ്തത്. Thus the remaining cake could be sold to expected price. അപ്പോൾ നോക്കിക്കേ, ടോട്ടൽ 53% പ്രോഫിറ്റ് വേണം. Thus the remaining cakes could be sold at the expected price. What is the net profit or loss in the whole consignment? ക്വസ്റ്റ്യൻ വൃത്തിയെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് മാത്തമാറ്റിക്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യൂയിലേക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡീകോഡ് ചെയ്ത് കറക്റ്റ് വാല്യൂസ് എത്താൻ പറ്റും. ഒന്ന് വായിച്ച് നോക്കി, ക്വസ്റ്റ്യൻ നോക്കിക്കേ, എത്രയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കവിടെ നമ്പർ അറിയാൻ പാടില്ല അല്ലേ. അവർ പറയുന്നുണ്ട് 53% ആണ് ഉദ്ദേശിക്കുന്ന ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ 12% കേക്ക്സ് എന്താണ് സ്പോയിൽ ആയിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് കേക്ക്സ് നമുക്ക് എടുക്കണം. ആലോചിച്ച് നോക്കിക്കേ, നമ്പർ ഓഫ് കേക്ക് സ്പോയിൽഡ് എത്രയായിരുന്നു, 12% ആണ് അല്ലേ. കാണുന്നില്ലേ, 12% ആണ്. ഒറ്റ സെക്കൻഡ്, 12%ന്റെ ഫ്രാക്ഷൻ 12/100 അല്ലടാ, 12% ആണ് ഈക്വൽ ടു 12/100 പറഞ്ഞാൽ ബൈ 4 ചെയ്യുമ്പോൾ 3/25 കിട്ടും. അപ്പോൾ ടോട്ടൽ 25 കേക്ക്സ് ആണെങ്കിൽ അതിൽ 3 സ്പോയിലായി അല്ലേ. 25 ആണ്, നിങ്ങൾക്ക് അറിയില്ല 25ഓ 250ഓ 2500 എന്ത് വേണേയാവാം. ഞാൻ ഫ്രാക്ഷൻ എടുത്തത് 25 ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, 28% കുഡ് ബി സോൾഡ് അറ്റ് എന്താണ്, ലോസ് ആണ്. അപ്പോൾ ലോസ് വന്ന കേക്ക് എത്രയാണ്, 28% ആണ്. ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 28/4 എത്രയാണ്, 7 ആണ്. 100/4 25 ആണ്. അപ്പോൾ 7/25 കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് രണ്ടും ഞാൻ ഫ്രാക്ഷനിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് കേക്ക്സ് എത്ര എനിക്ക് കിട്ടും, ഞാൻ എടുത്തേക്കുന്ന ഫ്രാക്ഷണൽ നമ്പർ ഓഫ് കേക്ക്സ് 25 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക ക്വസ്റ്റിനെ. ഓക്കെ, ഇനി നോക്കിക്കേ, 28% ആണെങ്കിൽ ആ 25 മൊത്തം ആ 25 കേക്കിലെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുന്നത്, 12%. അപ്പം നോക്കിക്കേ, 25 കേക്കാണ് മൊത്തമെങ്കിൽ അതിലെ എത്ര എണ്ണം സ്പോയിലായടാ, 3 അല്ലേ സ്പോയിലായത്. അതേപോലെ ആ 25ലെ 7 ആണ് എന്തായത്, ലോസ് സംഭവിച്ചത്. അപ്പോൾ സ്പോയിൽ ആവുക പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, ഫുൾ 0 ആയിപ്പോവും. അപ്പോൾ ആ 25 കേക്സിലെ ശ്രദ്ധിക്കണേ, ആ 25 കേക്സിലെ 3 എണ്ണം സ്പോയിലായിപ്പോയി, 0 ആണ്. ഒന്നും തിരിച്ച് കിട്ടാനില്ല, സെയിൽ ചെയ്യാൻ പറ്റില്ല, 0 അല്ലേ. ഓക്കെ, പിന്നെ പറയുന്ന ലോസ് ആണ് 7 കേക്ക്സ് അറ്റ് ലോസ് ഓഫ് എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, ലോസ് ഓഫ് 35% അല്ലേ. 35% ലോസ് ആണ്. 35% ലോസ് എന്ന് പറഞ്ഞാൽ 100% മൈനസ് 35% ആണ്. അപ്പോൾ 65 റുപ്പീസാണ് സെയിൽ ഉണ്ടാവുക അല്ലേ. 100 ആണ് CP. നമ്മളെപ്പോഴും CP എന്താക്കി എടുക്കുന്നുണ്ട്, CP ഈക്വൽ ടു 100 എടുക്കുന്നുണ്ട് അല്ലേ. CP എപ്പോഴും 100 ആയിരിക്കും. അപ്പോൾ 35% ലോസ് ആണെങ്കിൽ അത് വിറ്റിരിക്കുന്നത് 65 റുപ്പീസ് അല്ലേ. അപ്പോൾ ആ 7 കേക്സിൻ്റെയും വില 67 × 65 ആയിരിക്കും അല്ലേ. 7 × 65 ആണ് 420, 35ഉം 455. ഓക്കെ, 25ലെ 7, 3, 10 കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് എത്രയാ, റിമൈനിങ് എത്രയായിരിക്കും നോക്കിക്കേ. ഈ കാണുന്ന 25 കേക്ക് സ്വീറ്റ്സിലെ 3ഉം 7ഉം 10 സോൾഡ് ആയി, അല്ലെങ്കിൽ 10ന്റെ ലോജിക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി 15 ഉണ്ട് അല്ലേ. ബാക്കി 15 നോക്കിക്കേ, ബാക്കി 15 എത്രയായിരിക്കും, ബാക്കി 15 സെയിൽ ആക്കുന്നത് എത്ര % പ്രോഫിറ്റിലായിരിക്കണം ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിക്കേ. ഹി വോണ്ട് അക്സെപ്റ്റ് ബാക്കി. Thus the remaining cake could be sold at the expected price. എന്താണ് എക്സ്പെക്റ്റഡ് പ്രൈസ്? ഈ കാണുന്ന 53% അല്ലേ. 53% പ്രോഫിറ്റ് വേണമെങ്കിൽ 100നേക്കാളും 53 കൂട്ടണം. 153 ആവണ്ടേ. CP 100 ആണെങ്കിൽ 53% കൂടുമ്പോൾ 153 ആവും. സോ വി ക്യാൻ റൈറ്റ് 15 × 153. ശരിയാണോ? ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 50 × 153. ശരി നോക്കിക്കേ, 150 × 15 225, 2250 + 45 2295 അല്ലേ.
15 × 15 225 150 ആകുമ്പോൾ 2250 പ്ലസ് 450 അപ്പോൾ 2295 2295 2250 കൂടെ ഒരു 45 കൂടി 2295 കിട്ടി. ഇതാണ് അവർക്ക് കിട്ടേണ്ട ടോട്ടൽ. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇതാണ് അവർക്ക് മൊത്തം കിട്ടുന്ന ടോട്ടൽ. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കിക്കേ. 2295 55 5 ഇങ്ങോട്ട് വരുമ്പോൾ 2300 ആയി. 300 + 450 അപ്പോൾ എത്രയാ 2300 450 2750 ആണ്. ഇതാണ് ടോട്ടൽ SP കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇതാണ് ടോട്ടൽ SP. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ്, ശ്രദ്ധിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് എത്രയാ 25 അല്ലേ. നമ്മൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് n = 25 എടുത്തിട്ടില്ലേ. ഈ 25 എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്? 100 rupeesനാണ്. അപ്പോൾ ടോട്ടൽ SP എത്ര കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ടോട്ടൽ SP എത്ര കിട്ടും? ഞാൻ ഓർഡർ മാറ്റി ചെയ്ത് അല്ലേ, കുഴപ്പമില്ല. ടോട്ടൽ SP എത്ര കിട്ടും? ടോട്ടൽ SP ടോട്ടൽ CP 25 നമ്പേഴ്സും 100 rupeesന് വാങ്ങൽ 2500 ആണ്. നോക്കിക്കേ, ടോട്ടൽ SP = ടോട്ടൽ CP ആണ്. 2750:250 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ കണ്ടെത്താം. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് 10 പാർട്ടാണ്. 250 × 10 ആണ് 2500. 11 പാർട്ടാണ്. അതിനർത്ഥം എന്താ? 10 പാർട്ടിന് വാങ്ങിയ വസ്തു 11 പാർട്ടിന് സെല്ലാക്കി. ഏരോ മാർക്ക് ഇങ്ങോട്ടാണ്. ഞാൻ ഓർഡർ SP CP അങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് 10 പാർട്ടിന് വാങ്ങിയ ആ പ്രൊഡക്റ്റ് 11 പാർട്ടിന് വിൽക്കുന്നു. 1/10 ആണ്. 1/10 പറഞ്ഞാൽ എത്രയാണ്? 10% പ്രോഫിറ്റ്. ശരിയാണോ? ഓക്കെ, കാണുന്നില്ല. ഓക്കെ, അപ്പോൾ 10% എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. 10%. 10 പാർട്ട് 11 പാർട്ടിന് വിൽക്കണേ. ഏരോ മാർക്ക് ശ്രദ്ധിക്കണേ, മാറിപ്പോകരുത്. ഏരോ മാർക്ക് ഇങ്ങനെയാണ്. 10% പ്രോഫിറ്റ്. ഓപ്ഷൻ ഏത് കിട്ടും? ഓപ്ഷൻ B is the correct answer. ക്ലിയർ അല്ലേ? ഇത്രയുള്ളൂ പരിപാടി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സ്ക്രീൻ കറക്റ്റ് അല്ലേ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ് അല്ലെങ്കിൽ കേക്ക്സ് 25 ആയിരുന്നു. അതിൽ 12% ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 12% സ്പോയിലായി. 12% എത്രയാണ്? 3/25 ആണ്. അപ്പോൾ 3 പാർട്ട് 0 ആണ്. ബാക്കിയുള്ളതിൽ എത്രയാണ്? 28% ലോസിലാണ്. 28% മീൻസ് 7/25 ആണ്. അപ്പോൾ ആ 25 7 ലോസിൽ 455 ആണ്. ബാക്കിയുള്ളത് പറഞ്ഞ പ്രൈസ് എത്രയാണ്? 53% ആണ്. 7 3 10 റിമൈനിങ് 15 ആണ്. 15 × 153 2295 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് 2750 2750. ഇവിടെ CP 10 × എത്രയാണ്? 100 × 25 2500. അപ്പോൾ 10 പാർട്ട് 11 പാർട്ട് ആവുന്നു. 1 പാർട്ട് കൂടുന്നു. 10% പ്രോഫിറ്റ്. ഓപ്ഷൻ B is the correct answer. എല്ലാവർക്കും ക്ലിയർ ആയി, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നോക്കിക്കേ. മോഹൻ മാർക്സ് അപ്പ് ആൾ ഷൂസ് ഇൻ ഹിസ് ഷോപ്പ് ബൈ 25%. ശ്രദ്ധിക്കുക, മോഹൻ മാർക്സ് അപ്പ്. ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കണേ. 25% higher than its cost price. He gave 20% discount and 3/5. നമുക്കൊന്ന് ഫാസ്റ്റിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ലോജിക് എല്ലാം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് സ്പീഡാക്കി നോക്കാം. മോഹൻ നോക്കിക്കേ. അപ്പോൾ എന്താ ടോട്ടൽ നമ്പർ എത്രയാണ് പറയുന്നത്? ഇവിടെ 3/5 ആണ്. അപ്പോൾ നമ്പർ എനിക്ക് 5 എടുക്കാം. 25% ഹയർ പറയുമ്പോൾ 1/4 കൂടുതലാണ് അല്ലേ. 1/4 കൂടുതൽ പറഞ്ഞാൽ 4 പാർട്ട് എത്ര ആയിരുന്നു? 5 പാർട്ട് ആവുന്നു. അപ്പോൾ 4 പാർട്ട് 5 പാർട്ട് നോക്കിക്കേ. ഹി ഗേവ്സ് 20% ഡിസ്കൗണ്ട് ഓൺ 3/5 ആണ്. അപ്പോൾ ആദ്യത്തെ 3 അല്ലേ, ആദ്യത്തെ 3 പിന്നെന്താ പറയുന്നത്? 1/5 ആണ്. അപ്പോൾ ബാക്കി 1 പിന്നെ 1 ഇങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, പെട്ടെന്ന് ഡീകോഡ് ചെയ്യണേ. മൊത്തം 5 നമ്പർ ആണെങ്കിൽ 3/5 3 ഡിസ്കൗണ്ട് കൊടുക്കുന്നു 20%. പിന്നെന്താ 15% ഡിസ്കൗണ്ട് ഉണ്ട് 1/5. അപ്പോൾ ഇതിന് 50% ഡിസ്കൗണ്ട് കിട്ടുന്നു. ഓരോ വാല്യൂസും കറക്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നോക്കിക്കേ, എനിക്കറിയാം CPയും SPയും എത്രയാണ്. SCP SPയും പറഞ്ഞേക്കുന്നത് 4 പാർട്ടും 5 പാർട്ടും. ഇത് CP ആണ്, ഇത് മാർക്ക് പ്രൈസ് ആണ്, MP ആണ്. അപ്പോൾ നോക്കിക്കേ, 20% ഡിസ്കൗണ്ട് എടുക്കുമ്പോൾ ഈ വാല്യൂസ് കറക്റ്റായിട്ട് ഡെസിമൽ വരാതെ പോകണ്ടോ നോക്കിക്കേ. 5ന് 20% 5 × 1/5 1 കുറയുന്നു. ഓക്കെ, അടുത്ത് 15%. ഈ 15% എടുക്കുമ്പോൾ എനിക്കിവിടെ ഡെസിമൽ വരും. അപ്പോൾ ഞാൻ ഈ 4നെയും 5നെയും വേറെ റേഷ്യോയിലേക്ക് മാറ്റണം. എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ രണ്ട് ഭാഗത്തും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. റേഷ്യോ ബിക്കംസ് 16:20. ഇനി ഒന്നുകൂടെ എളുപ്പമായിരിക്കും. 16ഉം 20ഉം ആണ്. എന്ത് 4നും 5നും പകരം 16-20 എടുത്തു. അപ്പോൾ എൻ്റെ MP 20% ആണെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. 20% ഡിസ്കൗണ്ട് എടുത്താൽ 4 കുറഞ്ഞു. അപ്പോൾ എന്താണ്? 3 × എല്ലാം വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 16 ആണ്. ബാക്കി 1 പാർട്ട് 15% ഡിസ്കൗണ്ട് ആണെങ്കിൽ 20യുടെ 50% എത്രയാ? 20ന്റെ 15% ഡിസ്കൗണ്ട്. 20 എന്താണ്? MP ആണ്. 20ന്റെ 15% എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ 3 കുറയുമ്പോൾ 20 3 കുറയുമ്പോൾ എത്ര? 17 ആണ്. 1 × 17 സോറി 1 × 17 ആണ്. 1 × 17 ആണ്. ബാക്കിയുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഈ 1 വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നോക്കിക്കേ, ടോട്ടൽ നോക്കിക്കേ,
3 into 16 48 കിട്ടി. 1 into 17 17 കിട്ടി. ടോട്ടൽ അവിടെ എന്തുണ്ടാവണം പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ. എൻ്റെ MP 20 ആണ്, CP 16 ആണ്. ടോട്ടൽ ഓവറോൾ പ്രോഫിറ്റ് 5% ആണ്. ഓവറോൾ പ്രോഫിറ്റ് ഈക്വൽ ടു 5% ഓവറോൾ ആണ് ഓവറോൾ പ്രോഫിറ്റ്. അപ്പോൾ എനിക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് CP യേക്കാൾ എത്ര അധികം കിട്ടുന്നു അതാണ് പ്രോഫിറ്റ്. ഈ ക്വസ്റ്റ്യനിൽ CP എന്ന് പറയുന്നതും SP പറയുന്നത് എത്രയാണ് നോക്കിക്കേ. CP എത്രയാണ്? നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 5 ആണ്. 5 into 20 ക്ലിയർ അല്ലേ? 5 into 20 5 ആർട്ടിക്കിൾസ് 20 റുപ്പീസിനും 20 അല്ലേ? അല്ല 16 സോറി 20 MP അല്ലടാ. 5 into 16 ആണ്. 5 into നമ്പേഴ്സ് ക്ലിയർ ആക്കണേ. 60 ആണ്. SP എത്രയാണ് പറഞ്ഞേക്കുന്നത്? SP ടോട്ടൽ 5%. 5 into 60 എത്രയാ? 80 ആണ്. 80 5% പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ 80ന്റെ 5% എത്രയാ? 4 ആണ്. അപ്പോൾ 80 എത്ര രൂപയ്ക്ക്? 80 രൂപയ്ക്ക് വാങ്ങിയ വസ്തു 84 വിൽക്കണം. അപ്പോൾ എനിക്ക് ടോട്ടൽ SP എത്ര കിട്ടണം? ടോട്ടൽ SP 84 കിട്ടണം. അതായത് ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? എനിക്ക് 84 കിട്ടണം. അപ്പോൾ നോക്കിക്കേ 48 + 70 40 50 67 65 75 85. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഇതിൻ്റെ വാല്യൂ 19 ആയിരിക്കണം. ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 19 ആണെങ്കിൽ അതിൻ്റെ എന്താണ് SCP 19 ആയിരിക്കണം. അപ്പോൾ 19 കിട്ടി. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടു ഫൈൻഡ് നോക്കിക്കേ. മോഹൻ എന്താ പറഞ്ഞേക്കുന്നത്? then the percentage of discount should be given by Mohan to customer on the remaining shows. റിമൈനിങ് എത്ര ബാക്കിയുള്ളത്? ഇതിൻ്റെ കേസല്ലേ 20 കൊടുത്തത്. എത്ര രൂപയ്ക്ക് വാങ്ങി? 20 റുപ്പീസിന് വാങ്ങി 19 കൊടുക്കുന്നു. 1/20 ആണ് അല്ലേ? ഒന്നുകൂടി ആലോചിച്ച് നോക്കുക കറക്റ്റായിട്ട്. 20 റുപ്പീസിന് വാങ്ങുന്നു. ഇതാണ് എൻ്റെ MP. 20 റുപ്പീസിന് വാങ്ങി. റിമൈനിങ് ബാക്കിയുള്ള എത്രയാണ്? ബാക്കിയുള്ളത് ഈ കാണുന്ന 19 ആണ്. അപ്പോൾ 20 റുപ്പീസിന് വാങ്ങി. അതേ 20 റുപ്പീസിൻ്റെ വസ്തു 19 കൊടുക്കുമ്പോൾ 1 പാർട്ട് കുറയുന്നു. 1/20 ലോസ് ആണ്. 1/20 ലോസ് മീൻസ് 5% ലോസ്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? 5% ലോസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ കറക്റ്റായിട്ട്? ഓക്കെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ നോക്കാം. പ്രീവിയസ്ലി SBI ക്ലർക്കിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ നോക്കിക്കേ. A shopkeeper marked an article 36% above its cost price. He comes up with a scheme that on purchase of every 28 articles, question ശ്രദ്ധിക്കണേ, every 28 articles at mark price, he will give 6 articles free. അപ്പോൾ ഫ്രീ കൺസെപ്റ്റ് ആണ്. ഫ്രീ ആർട്ടിക്കിൾ കൺസെപ്റ്റ് ഒരുപാട് ചോദ്യം പ്രീവിയസ്ലി വന്നാണ്. ശ്രദ്ധിക്കുക, ഇത് ഫ്രീ ആർട്ടിക്കിൾ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഫ്രീ ആർട്ടിക്കിൾ കൺസെപ്റ്റ് ഒരുപാട് വരുന്ന ഫ്രീ ബൈ 1 get 1 ബൈ 2 get 2 ഡിസ്കൗണ്ട് കൺസെപ്റ്റ് ഫ്രീയിൽ വരുന്നതാണ്. ഫ്രീ ആർട്ടിക്കിൾ കൺസെപ്റ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഫ്രീ ആർട്ടിക്കിൾ കൺസെപ്റ്റ് ആണ്. ഓരോ 28 ആർട്ടിക്കിൾസ് വാങ്ങുമ്പോഴും അയാൾ എന്താണ് 6 ആർട്ടിക്കിൾസ് കൊടുക്കും. അപ്പോൾ നോക്കിക്കേ ശരിക്കും ലോജിക്ക് എന്താ? 28 ആർട്ടിക്കിൾസ് വാങ്ങുമ്പോൾ 6 ഫ്രീ കിട്ടുകയിൽ മൊത്തം 34 ആർട്ടിക്കിൾസ് ആയി. ശരിയാണോ? ഓക്കെ ആ ലോജിക്ക് വേണം. അതേ ലോജിക്ക് ആണെങ്കിൽ 28 56 ആർട്ടിക്കിൾ വാങ്ങുമ്പോൾ 28 6 ഫ്രീ ആണെങ്കിൽ 56 12 ആണ്. 68 ആർട്ടിക്കിൾ കിട്ടും. ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫ്രെയിം ചെയ്തേക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു യൂസ്ഫുൾ ആയിരിക്കും ഈ കൺസെപ്റ്റ് എന്ന് ആലോചിക്കുക. ഇത് എപ്പോഴും മൈൻഡിൽ വേണം കേട്ടോ. 20 അത് എത്രയോ കൂടെ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി വലിയ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ ടേക്സ് എ ടോട്ടൽ കണ്ടോ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ? ഇഫ് എ ടേക്സ് ഈ 64 68 ഞാൻ കണ്ടു. ഇഫ് എ ടേക്സ് എ ടോട്ടൽ ഓഫ് 68 ആർട്ടിക്കിൾസ് നോക്കിക്കേ 68 ആർട്ടിക്കിൾസ് അദ്ദേഹത്തിന് കയ്യിൽ കിട്ടണമെങ്കിൽ എത്ര എണ്ണം വാങ്ങിയാൽ മതി? ശരിക്കും 56 വാങ്ങിയ പോലെ ബാക്കി ഈ 12 എന്ന് പറയുന്നത് എന്തായി കിട്ടും? ഫ്രീ ആയി കിട്ടില്ലേ? അതായത് 28 ആർട്ടിക്കിൾസ് വാങ്ങുമ്പോൾ 6 ഫ്രീ കൊടുക്കുകയാണെങ്കിൽ 56 ആർട്ടിക്കിൾ 12 കിട്ടും. അപ്പോൾ 68 ആർട്ടിക്കിൾ മൊത്തം പർച്ചേസ് ചെയ്യേണ്ട ആൾ എത്ര എണ്ണം വാങ്ങിയാൽ മതി? 56 വാങ്ങിയാൽ മതി. 12 എന്താണ്? ഫ്രീ ആയി കിട്ടും. ഇപ്പോൾ ക്ലിയർ കൺസെപ്റ്റ് ആയില്ലേ? ടു വിത്ത് ഹിം ദെൻ ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഓഫ് ദ ഷോപ്പ് കീപ്പർ ഇൻ ദിസ് ട്രാൻസാക്ഷൻ. ഒന്ന് ക്വസ്റ്റ്യൻ വൃത്തിയെ മനസ്സിലാക്കി നോക്കിക്കേ. എന്ത് കിട്ടുന്നുണ്ട്? ടോട്ടൽ CPയും ടോട്ടൽ ലോസും എല്ലാം അറിയാം. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. നമുക്ക് ഈ ക്വസ്റ്റ്യനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്കിക്കേ 36% എബോവ് ഇസ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 36 എബോവ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ഓരോ ആർട്ടിക്കിൾസിനും എത്ര കിട്ടുന്ന അറിയാം. ഇവിടെ ടോട്ടൽ 68 ആർട്ടിക്കിൾസ് അല്ലേ? ടോട്ടൽ 68 ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ 68 ആർട്ടിക്കിൾസും CP ഉണ്ടാവും. ഞാൻ CP എന്തെടുക്കുകയാണ്? എല്ലാത്തിനെയും CP 100. നമ്മളെപ്പോഴും പ്രിൻസിപ്പളും CP ഒക്കെ ഇപ്പോൾ SICA ഒക്കെ ആണെങ്കിൽ 100 എടുക്കുന്ന പോലെ കോസ്റ്റ് പ്രൈസ് വിൽ ബി ഓൾവേസ് ബി 100% അല്ലെങ്കിൽ 100x 100 എങ്ങനെ എടുക്കാം. CP 100 എടുക്കുമ്പോൾ ടോട്ടൽ CP
ടോട്ടൽ CP എന്ന് പറഞ്ഞാൽ 68 ആർട്ടിക്കിൾസിനും 100 വെച്ച് 68 × 100 6800 വന്നില്ലേ ടോട്ടൽ CP? 100 ആണെങ്കിൽ അല്ലേ, 100 ആണ്, 6800 ആണ്. ശ്രദ്ധിക്കുക, ടോട്ടൽ SP എത്ര കിട്ടും എന്ന് പറഞ്ഞേ. ടോട്ടൽ SP സെല്ലിംഗ് പ്രൈസ് എത്ര വരും? മൊത്തം എത്രയാ വേണ്ടത്? മാർക്കപ്പ് ബൈ 36% അല്ലേ. 100 രൂപയുടെ വസ്തു 36% അധികം മാർക്ക് ചെയ്താൽ 136 അല്ലേ. 136 രൂപ ഇൻറ്റു, സോറി നമ്പർ അത് എഴുതിയില്ല, കുഴപ്പമില്ല, 68 × 100 ആണ്. 136 × സംതിങ്. എത്ര നമ്പേഴ്സാണ് വാങ്ങുന്നത്? അതാണ് ചോദ്യം. എത്ര നമ്പർ ആർട്ടിക്കിൾ വാങ്ങുന്നത്? 68 ആർട്ടിക്കിൾ വേണം. അപ്പോൾ എത്രയാ? 136. ഒരു ഒറ്റ മിനിറ്റ് ഓർഡർ ഒന്ന് മാറ്റി ചെയ്തിട്ട് കൺഫ്യൂഷൻ ഒന്നുകൂടി കമ്മിയായി കിട്ടും. 100 × 36 ആക്കാം. 100 × 68, അതായത് 100 രൂപയാണ് വില, 68 ആർട്ടിക്കിൾസ്. അതേ പ്രൈസ് വിൽക്കുന്നത് 136 അവിടെ എത്ര ആർട്ടിക്കിൾസാണ്? ഇതേ 68 ആർട്ടിക്കിൾസ് അല്ലേ? അല്ല, ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. എനിക്ക് 68 ആർട്ടിക്കിൾസ് വേണമെങ്കിൽ എത്ര എണ്ണം വാങ്ങിയാൽ മതി? 56 പോലെ. ബാക്കി 12 എന്ത് കിട്ടും? ഫ്രീ കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാ? 136 × എത്രയാ? 56 ആണ് വരിക. ഓക്കെ, ഇതാണ് മാറ്റം വരുന്നത്. 136 × 56 ആണ്. എന്തല്ല? 68 അല്ല എന്ന് ആലോചിക്കുക കേട്ടോ. അത് ബൈ അല്ല, നമുക്ക് അറിയാൻ വേണ്ടിയാണ് 68 അല്ലെന്ന് മാർക്ക് ചെയ്യാം. 56 ആണ്. 138 × 56 ആണ്. 138 × 56 ചെയ്യാം. അപ്പോൾ ഇതാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഈസ് ടു ടോട്ടൽ SPയുടെ മാർജിൻ വരിക. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും നോക്കിയില്ലേ? വേറൊരു കളർ എടുക്കാം. ഓക്കെ, ടോട്ടൽ CP 6800 ആണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈസ് ടു 136 × 56. ഇതാണ് എന്ത്? ടോട്ടൽ CP ഈസ് ടു ടോട്ടൽ SPന്റെ റേഷ്യോ കേട്ടോ. റേഷ്യോ ആണ്. ഓക്കെ ഓക്കെ, കട്ട് ചെയ്ത് കളയാലോ. 56 ആണ്. 17ൽ പോലടാ. 17ൽ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 17ൽ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 17 × എത്ര വരും? 17 4s are 68 ആണ്. 4 ടൈംസ് ആണ്. 17 × ഓക്കെ, ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേ. 136 ആണ്. ടോട്ടൽ വരുമ്പോൾ ഫ്രീ ആർട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. 56ൽ കട്ട് ചെയ്യാം. രണ്ട് വാല്യൂസ് കിട്ടുമ്പോൾ 8 കിട്ടും. 8 ടൈംസിൽ 5 ടൈംസ് പോകും. ഓക്കെ, 8 കട്ട് ചെയ്യാം. 8 അഗെയിൻ എത്ര പോകും? 4 × 8 × 56 ആണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിക്കേ എത്ര കിട്ടുന്നുണ്ട്. 56 × 40 വരും. മൊത്തം 50 56 ആയി മാറും. ഓക്കെ, 8 × മൊത്തം ഇവിടെ 2 0 കിടപ്പുണ്ട്. 8ഉം 400ഉം വീണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8ഉം 400ഉം 50 ടൈംസ് ആണ്. അപ്പോൾ ഫൈനൽ റേഷ്യോ 50 = 56 കിട്ടും. ബേസിക് കാൽക്കുലേഷൻ കിട്ടിയായിരുന്നു. 50 രൂപയ്ക്ക് വാങ്ങിയ പ്രോഡക്റ്റ് 56ന് വിൽക്കുമെങ്കിൽ അവിടെ ടോട്ടൽ എന്താണ്? വാട്ട് ഈസ് ദ ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 50 വാങ്ങിയിട്ട് 56 നമുക്ക് പ്രോഫിറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര പ്രോഫിറ്റ് ആണ്? 6 പ്രോഫിറ്റ് ആണ്. 6 എത്രയാണ്? 6 50% ആക്കുമ്പോൾ × 100 ചെയ്യാം. കട്ട് ചെയ്യാം. 2 ടൈംസ് ആണ്. ഈക്വൽ ടു എത്ര കിട്ടി? 12% പ്രോഫിറ്റ്. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? കാണുന്നില്ലല്ലേ? കുറച്ച് ഇങ്ങോട്ട് ചെയ്ത ഈക്വൽ ടു 12% പ്രോഫിറ്റ്. ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആയോ? അപ്പോൾ ഫ്രീ ആർട്ടിക്കൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5-6 ക്വസ്റ്റൻസ് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഇനിയും നമുക്ക് ചാനൽ വഴി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് ട്രൈ നോക്കണേ. സെയിം കൺസെപ്റ്റ് ആണ്. ഇതൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. ഇത് ചെയ്ത് നോക്കുക. ഒരു ഹോംവർക്ക് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? ഒന്ന് ഹോംവർക്ക് പോലെ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ആൻസർ താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എൻ്റെ ടെലഗ്രാം ചാനലിൽ ഒന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപയോഗപ്രദമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതൊക്കെ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഫോർ എനി ഡൗട്ട്സ് യു ക്യാൻ യൂസ് QA വിത്ത് നിഖിൽ. ഈ ഒരു ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ ടെലഗ്രാം ചാനലിൽ ചോദിക്കാം. ടെലഗ്രാം ചാനലാണ്. വി ക്യാൻ യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം പതിയെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പതിയെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻസ്. അപ്പോൾ SI ആവും, SICA ആവും, ടൈം ആൻഡ് വർക്ക് ആവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആവാം, ബോട്ട് ആൻഡ് സ്ട്രീംസ്, ഒരുപാട് ടോപ്പിക്സ്, മിസ്ലൈനസ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതും കൂടെ എൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, രണ്ടും ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും നെക്സ്റ്റ് സെഷനിൽ യൂസ്ഫുൾ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സൈലം ബാങ്കിൻ്റെ ചാനൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ നമുക്ക് പതിയെ ചാനൽ അറിയിക്കാം. ഓക്കെ അല്ലടാ? താങ്ക് യു.